യേശു ക്രൂശില് മരിച്ചത് എന്തുകൊണ്ട്? പാപത്തിന് പ്രായശ്ചിത്തം. യേശുവിന്റെ മരണം മനുഷ്യരാശിയുടെ പാപങ്ങൾക്കുള്ള ബലിയാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ആളുകളെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുന്നതിന് ഈ പ്രവൃത്തി ആവശ്യമാണെന്ന് കാണുന്നു. പ്രവചനത്തിന്റെ പൂർത്തീകരണം. പല ക്രിസ്ത്യാനികളും പഴയനിയമ പ്രവചനങ്ങളെ യേശുവിന്റെ കുരിശുമരണത്തെ മുൻകൂട്ടി പറയുന്നതായി വ്യാഖ്യാനിക്കുന്നു. ഈ പ്രവചനങ്ങളുടെ നിവൃത്തിയായി അവന്റെ മരണത്തെ വീക്ഷിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ പ്രകടനം. മരിക്കാനുള്ള യേശുവിന്റെ സന്നദ്ധത മനുഷ്യരാശിയോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആത്യന്തിക പ്രകടനമായാണ് പലപ്പോഴും കാണുന്നത്. മരണത്തിനുമേലുള്ള വിജയം. യേശുവിന്റെ മരണവും തുടർന്നുള്ള പുനരുത്ഥാനവും മരണത്തെ തന്നെ കീഴടക്കി വിശ്വാസികൾക്ക് നിത്യജീവന്റെ പ്രത്യാശ നൽകുന്നു. പുതിയ ഉടമ്പടി. മോശൈക നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള പഴയ ഉടമ്പടി മാറ്റി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതായിട്ടാണ് യേശുവിന്റെ മരണം കാണുന്നത്. വീണ്ടെടുപ്പ്. തന്റെ മരണത്തിലൂടെ യേശു മനുഷ്യരാശിയെ പാപത്തിന്റെയും തിന്മയുടെയും ശക്തിയിൽ നിന്ന് വീണ്ടെടുത്തതായി വിശ്വസിക്കപ്പെടുന്നു. ആത്മത്യാഗത്തിന്റെ ഉദാഹരണം. യേശുവിന്റെ മരണം അവന്റെ അനുയായികൾക്കുള്ള നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മാതൃകയാണ്.